ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, നിങ്ങൾ വലിയ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, ആ ലക്ഷ്യം നിങ്ങളുടെ എനർജി വൈബ്രേഷനെ ഉയർത്തുവാൻ തക്കവണ്ണം സ്ട്രോങ് ആയിരിക്കണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല സത്യത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ ഇവിടെ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നില്ലല്ലോ. സത്യത്തിൽ ആ ആഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഫോം ചെയ്യപ്പെടുന്ന എനർജി ഉണ്ടല്ലോ, ആ എനർജി വൈബ്രേഷനോടാണ് സത്യത്തിൽ യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന തരത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകണമെങ്കിൽ ആ എനർജി വൈബ്രേഷൻ പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ നിങ്ങളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രയത്നത്തിനാവശ്യമായ റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അതിലൊരു ആവേശമുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. കൂടുതൽ പരിശ്രമങ്ങൾക്ക്, കൂടുതൽ അധ്വാനത്തിന്, കൂടുതൽ പ്ലാനിങ്ങിനൊക്കെയുള്ള എനർജി നിങ്ങൾക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോ വൈബ്രേഷൻ, ഹൈ വൈബ്രേഷനും എന്നൊക്കെ. ഇവിടെ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എനർജി ലെവൽ എങ്ങനെയാണ് എന്നതാണ്. എപ്പോഴെങ്കിലും നമ്മുടെ എനർജി ലെവൽ താഴേക്ക് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഉയർത്താനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ അടിയന്തര നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരേ വൈബ്രേഷനിൽ നിന്ന് പോകുവാൻ കഴിയുക. രാവിലെ ആവേശത്തോടെ തുടങ്ങുമ്പോൾ അതിനിടയിൽ വരുന്ന ട്രാൻസാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ എനർജിയെ ഡൗൺ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ എനർജിയെ ഡൗൺ ചെയ്യാതെ എനിക്ക് ഇതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന്. ഒരു ബിസിനസ് ഓണർ രാവിലെ വീട്ടിൽ നിന്ന് വലിയ ആവേശത്തോടു കൂടി ആ സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ഥാപനത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത എംപ്ലോയീസുമായി ചില കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ താഴേക്ക് പോകുന്നു എങ്കിൽ ഇവിടെ കൃത്യമായി പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒന്നുകിൽ ഈ എംപ്ലോയീസ് ഇദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിന് തന്നെ മാറ്റം വരേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അവരെ മാനേജ് ചെയ്യാവുന്ന ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിലേക്ക് ഈ ഓൺട്രപ്രണർ മാറേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ചില സാഹചര്യങ്ങൾ കടന്നു വരുന്നു, ചില സംഭവങ്ങൾ കടന്നു വരുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ എനർജി കൂടുന്നതും കുറയുന്നതും, നമ്മൾ ലോ വൈബ്രേഷനിലേക്കോ ഹൈ വൈബ്രേഷനിലേക്കോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. ഏത് വേയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്, ഏത് രീതിയിലാണ് ആ കാര്യത്തോട് നിങ്ങൾ സമീപിക്കുന്നത് എന്നതാണ് ആ കാര്യത്തേക്കാൾ പ്രധാനമായി നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഹൈ വൈബ്രേഷനിൽ നിന്ന് പോകുവാൻ, ഹൈ എനർജിയിൽ നിന്ന് പോകുവാൻ എൻ്റെ ചുറ്റുപാടും ഏത് സാഹചര്യമാണ് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ മനഃപൂർവ്വം ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ സാഹചര്യത്തിൽ നിന്നു പോകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഏതെങ്കിലും സംഭവങ്ങളോ സാഹചര്യങ്ങളോ നമ്മുടെ പ്രതീക്ഷയ്ക്കെതിരാണെങ്കിൽ പോലും, നമ്മളുടെ പ്ലാനിനെതിരാണെങ്കിൽ പോലും അതിനെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള ഒരു ഹൈ വൈബ്രേഷനിലേക്ക്, ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് താങ്കൾക്ക് മാറാൻ കഴിയും. അവിടെയാണ് സക്സസ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. അവിടെയാണ് വിജയത്തിലെത്താൻ ആവശ്യമായ ഏറ്റവും പവർഫുള്ളായ ടൂൾ ഇരിക്കുന്നത്. ഈ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റും നമ്മോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ പോസിറ്റീവ് വൈബ്രേഷനുള്ള ആളുകളായിരിക്കുക. ആ വൈബ്രേഷനെ നമുക്ക് സ്വീകരിക്കുവാനും അത് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കുവാനും നമുക്ക് കാരണമാകും. അപ്പോൾ സിറ്റുവേഷനെ പോസിറ്റീവായിട്ട് കാണുക, ആ പോസിറ്റീവായിട്ടുള്ള സ്വീകരിക്കുക,
വ്യക്തികളുമായി ഇടപെടുമ്പോൾ അതേ പോസിറ്റിവിറ്റിയോടുകൂടി അവരെ നോക്കിക്കാണുകയും അവരിൽ നിന്ന് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ വൈബ്രേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും.